അയലത്താണ്. അയലത്തൊരു കൊച്ചു മിടുക്കിയുടെ വീട്ടിലാണ്. എന്നെ സംബന്ധിച്ചോളം 10ാം ക്ലാസ്സിൽ SLCക്കൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയൊരു വിഷയം കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്കും മാത്സിനുമാണ് എനിക്ക് ഏറ്റവും കുറച്ച് മാർക്ക് SLC കിട്ടിയത്. ഇപ്പോൾ എൻ്റെ അരികിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടി കെമിസ്ട്രിയിലെ 118 മൂലകങ്ങൾ, അതിൻ്റെ പേര് 36 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു തീർത്തു. അതിന് ആ കുട്ടിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു. ആ കുട്ടിയാണ്, കൊച്ചു മിടുക്കിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആ മിടുക്കിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും ആ മിടുക്കിയെ വിസ്മയ ന്യൂസിലേക്ക് ക്ഷണിച്ചുള്ളത്. അഭിരാമി, അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ആ ഒരു കാര്യം ഒന്ന് നമുക്ക് കൊണ്ടൊന്ന് ആവർത്തിക്കാൻ പറ്റുമോ? ആ മൂലകങ്ങളുടെ പേര് 36 സെക്കൻഡിൽ പറയാൻ പറ്റുമോ? Hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, oxygen, fluorine, neon, sodium, benzene, silicon, phosphorus, sulfur, chlorine, argon, potassium, calcium, scan, titanium, vanadium, bromine, cyanide, cobalt, nickel, copper, gallium, germanium, selenium, bromine, ptolemy, rubidium, sulfur, discon, membrane, texture, radio, palladium, silver, cadmium, annual, teller, ID, cesium, beryl, lanthanum, serum, tritium, neon, bromine, simmer, european, cadmium, terrible, disposable, volume, irritable, tissue, titanium, rain, osmium, platinum, gold, mercury, thalate, division, bronze, acid, iron, France, active, potassium, uranium, neptune, butan, amazing, urine, mercury, calcium, arsen, fermium, mendelium, noble, orzo, duplicate, subordinate, body, acid, mcnian, non-cellular, rectinium, copper, niholi, ഫ്ലവേഴ്സ്, മോസ്കോ, ലിമോൺ, ടെന്നീസി, നോഗൽസ്. ഏതായാലും അഭിരാമിയെ സമ്മതിച്ചു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ SLC വരെ മാത്രമേ ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഒന്നിൻ്റെ പേര് പോലും കാണാതറിയില്ല. അഭിരാമി, ഇതെത്ര സമയം എടുത്തത് പഠിക്കാനായിട്ട്? ജൂലൈ 1 തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ജൂലൈ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപേക്ഷിച്ചത്. അപേക്ഷിച്ച് ജൂലൈ ലാസ്റ്റൊക്കെ ആയപ്പോൾ കിട്ടി. ഇപ്പോൾ കൊറിയർ വന്നത് ആഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ വേണോ? ഞാൻ വേറൊരു കാര്യം കേട്ടു, ശരിയാണെന്നറിയില്ല. താങ്കളുടെ ഈ നേട്ടത്തിന് പിറകിൽ മോഹൻലാലിനൊരു പങ്കുണ്ടെന്ന് കേട്ടു, ശരിയാണോ? മോഹൻലാൽ, അത് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പേര് കണ്ടപ്പോൾ പെട്ടെന്ന് ആർച്ചയായിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ആ കുട്ടി മോഹൻലാലിൻ്റെ പേര്, മോഹൻലാൽ അഭിനയിച്ച സിനിമ, മോഹൻലാലിൻ്റെ ബർത്ത്ഡേക്ക് അഭിനയിച്ച സിനിമകളിൽ ഒരു കുട്ടി ഇതുപോലെ 200 എണ്ണം ഇങ്ങനെ 1 മിനിറ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ആ കുട്ടി ഇടം നേടിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത്, ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എനിക്കും അത് നേടണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ അതുവഴിയാണ് ഇത് കിട്ടിയത്. ഏതായാലും ഞാൻ എവിടെ വായിച്ചിരുന്നു, അഭിരാമി ഒരു ദിവസം 10 മൂലകങ്ങളുടെ പേര് വെച്ച് കാണാതെ പഠിക്കുമായിരുന്നു. അതാണ് ശരിയാണോ? ശരിയാണ്. ശരി. ദിവസം ഒരു ദിവസം 10 വെച്ചിട്ട് ഒറ്റ ദിവസം, അടുത്ത ദിവസം അടുത്തതല്ല, അത് കുറച്ച് സ്പീഡിന് പറഞ്ഞു നോക്കി ഒരുപാട് ദിവസം എത്തും. കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഈ ഒരു അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു ബുക്കിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിന് കിട്ടുമെന്ന്. കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. സ്കൂളിൽ നിന്നൊക്കെയുള്ള പ്രതികരണം എന്തായിരുന്നു? സ്കൂളിൽ എല്ലാവരും അന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സ്കൂളിലും ടീച്ചേഴ്സൊക്കെ വിളിച്ച് ഇങ്ങനെ കൺഗ്രാസ് ഒക്കെ പറഞ്ഞു. ഏത് ഒരു പിന്നെ മാമൻ്റെ പേര് വിഷ്ണു, അങ്ങനെ എന്തോ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നത് ശരിയാണോ? മാമനാണ് എന്നെ കൂടുതലും ഇതിലായിട്ട് ഹെൽപ്പ് ചെയ്തത്. മാമനാണ് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് റിലീസ് അവർക്ക് കൊടുത്തത്. മാമനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇതല്ലാതെ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്? ഞാൻ ഡാൻസ് ചെയ്യും, പിന്നെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും, പിന്നെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്യും. ഞാൻ വന്നപ്പോൾ ഈ ഒരു ഷെൽഫ് നിറച്ച് ഒരുപാട് അവാർഡുകളും പ്രശംസാ പത്രങ്ങളൊക്കെ ഇരിക്കുന്നതുണ്ട്. എന്തൊക്കെയാണ് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള അവാർഡ്സൊക്കെ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് ഇതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിന് പോയിട്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് ക്ഷേത്രത്തിൽ പ്രോഗ്രാംസ് അതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് എന്താ ചെയ്യുന്നത്? അമ്മ അംഗനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അച്ഛൻ ഡ്രൈവറാണ്. എങ്ങനെയാണ് പഠിത്തത്തിലൊക്കെ എങ്ങനെയാണ്? സ്കൂളിലൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ലെന്ന് വെച്ചാൽ എത്ര % മാർക്ക് കിട്ടണം? ഇപ്പോൾ 9th എത്ര % മാർക്ക് ഉണ്ടായിരുന്നു? 9th അങ്ങനെ നമ്മൾ ഇത് വർക്ക്ഷീറ്റായിരുന്നു, ഓൺലൈനായിട്ടാണ് വർക്ക്ഷീറ്റ് നടത്തിയത്. അത് മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ. ഇപ്പോൾ 10th എങ്ങനെ കാണുന്നുണ്ട്? 10th റിസൾട്ട് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അല്ല, ഇത്രയും ഓർമ്മശക്തിയുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് ഒന്നും എല്ലാത്തിനും A+ വാങ്ങണ്ടേ? വാങ്ങണമെന്നുണ്ട്. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട്? എങ്ങനെയാണ് അച്ഛനും അമ്മേൻ്റെയൊക്കെ? നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പഠിത്തത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ കുഴപ്പമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും അച്ഛനമ്മയ്ക്ക് ഒന്ന് വിളിക്കാമോ?
ഏതായാലും അഭിരാമിയുടെ ഫാമിലി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അഭിരാമിയുടെ ഏറ്റവും ഇളയ അനിയത്തി, നമ്മളെ പേര് നമ്മൾ അഫിശ്രീ, പിന്നെ അമ്മുമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പ എന്താണ്? എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ എന്നാണ്. പിന്നെ എൻ്റെ ചെറുമകളാണ് ഈ അഭിരാമി എസ്. അപ്പോൾ അഭിരാമിയുടെ ഈ സന്തോഷത്തിൽ ഈ റിക്കാർഡ്സ്, അതായത് ഇന്ത്യ ബുക്സ് റിക്കാർഡ്സിൽ ഇടം നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും അച്ഛനും അമ്മയുണ്ട്. ആദ്യം മുതിർന്ന ആളും തുടങ്ങി. ഇനിയിപ്പോൾ അച്ഛൻ്റെ ചോദിക്കുക. അച്ഛൻ പേര്? എൻ്റെ പേര് അനീഷ്. ഞാനിവിടെ ഡ്രൈവറാണ്. വളരെ സന്തോഷമുണ്ട്. അല്ല, മകളുടെ ഇത്രയും കഴിവ് മകൾക്കുണ്ടായിരുന്നു നേരത്തെ അറിയാമായിരുന്നു? ഇത് അറിയാമായിരുന്നു. ചെറിയ ചെറിയ വർക്കുള്ള കാര്യം ചെയ്യും. ഏറ്റവും കൂടുതലും സഹകരിച്ചത് അവളെ മാമനാണ്, വിഷ്ണു. അവ ഇവിടെ ഇല്ല, അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. അവൻ ഹോമിയോ ഫാർമസിസ്റ്റാണ്, ഡ്യൂട്ടിക്ക് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ഹോമിയോ ഫാർമസിസ്റ്റ് ആണെങ്കിൽ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും താല്പര്യമുണ്ടോ? അവനാണ് ഇതിൻ്റെ പുറകിലെല്ലാം, എല്ലാം സപ്പോർട്ടും അവനാണ്. പിന്നെ ഞങ്ങൾ പുറകിൽ നിന്ന് ചെയ്തു കൊടുത്തു. അമ്മ എന്താ പറയുന്നത്? എൻ്റെ പേര് സുകന്യ. അവൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഇനിയും അവളുടെ ഈ ഒരു ആഗ്രഹങ്ങൾക്കൊത്ത് അവൾക്ക് ജീവിക്കാനും അവർ കഴിയട്ടെ എന്ന് ഈശ്വരൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് വേണ്ടുന്ന അവൾക്ക് എന്താണോ ആഗ്രഹം ആ രീതിക്ക് നമുക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൾക്കും അതിനുള്ള കഴിവുകൾ, ഇനിയും വേറെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, എപ്പോഴെങ്കിലും അഭിരാമി പറഞ്ഞിട്ടുണ്ടോ എന്താ ലൈഫിൽ എന്തായി തീരണം എന്നുള്ള ആഗ്രഹം? അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ, അതിൻ്റെ കൂടെ അഭിനയം. അത് അഭിനയത്തോട് വലിയൊരു കമ്പമുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ഓഡിഷനിൽ എനിക്കിപ്പോൾ ഇന്നലെ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ ഈ ഗിഫ്റ്റിന് സ്വർണവും ഡ്രസ്സും ഒന്നും വേണ്ട, എനിക്ക് ഇത്തിരി ഓഡിഷനിൽ എവിടെയെങ്കിലും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് സമയം അവർക്ക് നോട്ട്സ് എഴുതാനും ഒക്കെ പഠിത്ത കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട് പഠിക്കാനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ആ ഒരു ആഗ്രഹത്തിനും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ എന്ന ഒരു സ്വപ്നം എയിം ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും മറ്റ് കാര്യങ്ങളിലേക്ക് തിരിയത്തില്ല. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കും. പക്ഷേ ഇവിടെ അഭിനയവും ഡോക്ടറാണെന്ന ലക്ഷ്യം ഉണ്ടെങ്കിൽ അഭിനയത്തിൽ എന്തെങ്കിലും ആവണ ലക്ഷ്യമുണ്ട്. എങ്ങനെയാണ് മോളെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എൻ്റെ അംബീഷൻ എനിക്കൊരു ഡോക്ടറാവണമെന്നാണ്. അപ്പോഴത്തേക്ക് എയിം ഒരു ആക്ട്രസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ആക്ട്രസ് ആവണമെന്നാണ്. അപ്പോൾ അത് രണ്ടും കൂടി കൊണ്ടുപോകണം. ഇഷ്ടമുള്ള നടൻ ആരാണ്? മോഹൻലാലും മമ്മൂട്ടി. അത് പറയാൻ പറ്റില്ല, ഒരാളെ പറയണം. രണ്ടുപേരും. മോഹൻലാലിൻ്റെ സിനിമ മോഹൻലാലിൻ്റെ കൂടുതലും, മമ്മൂട്ടിയുടെ സിനിമ മമ്മൂട്ടി. ഏതായാലും ഐലം സ്കൂളിലെ വിദ്യാർത്ഥിയും അതുപോലെ തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും പുതുതായി പേര് വന്ന കുട്ടിയുമായ അഭിരാമിയോടൊപ്പമാണ് ഞങ്ങൾ ഇത്രയും നേരം. അഭിരാമിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഇത്രയും സമയം വിസ്മയാനുസ് ചെലവഴിച്ചത്. ഏതായാലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കഴിഞ്ഞ് അടുത്ത ഇനി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അഭിരാമിക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിസ്മയാനുസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്. പോത്തങ്കോട് ഇനി പൊന്നിൻകോടാവും. 1 നൂറ്റാണ്ടിന്റെ സുവർണ്ണ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമ ഇനി പോത്തൻകോടും. ഏവർക്കും സ്വാഗതം. ഭീമ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, പോത്തൻകോട്.